ഹായ് ഡിയേഴ്സ്. അപ്പം നമ്മൾ ഒരു യാത്രയ്ക്ക് പുറപ്പെടാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ കാറിൽ വന്നിറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പം ഞാൻ മുമ്പൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിലേക്കെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്, പളനിയിലേക്ക് പോവുകയാണേ. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അത്. ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. എല്ലാവരും ഒക്കെ പോകുന്നത് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണേ. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് അടുത്ത ട്രെയിൻ കാണുന്നത് കേട്ടോ. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും മോനും ഒക്കെ. നമ്മളിപ്പോൾ വർക്കലയിലാണ് കേട്ടോ. വർക്കലയിൽ നിന്നാണ് അമൃത എക്സ്പ്രസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 9 പേരാണ് പോകുന്നത്, കുട്ടികളടക്കം 9 പേരാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. നമ്പറും കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ട്, സീറ്റ് നമ്പരൊക്കെ. അതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ ധാരണയില്ലാത്തതുകൊണ്ട് ഞാനവിടെ സീറ്റ് പിടിച്ചു. എനിക്ക് കിട്ടിയൊരു സീറ്റിൽ കയറി ഞാനങ്ങ് ഇരിപ്പായി. അങ്ങനെ അവരെല്ലാം നോക്കി സെറ്റാക്കി. ഞങ്ങൾ കിടക്കുന്നത് മുകളിലായിരുന്നു കേട്ടോ. ടോപ്പിലായിരുന്നു ഞാനും മോനും കിടന്നിരുന്നത്. ഫാനൊക്കെ തൊട്ടടുത്തുണ്ടായിരുന്നു. ആദ്യ ട്രെയിൻ യാത്ര തന്നെ രാത്രി ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഉറക്കം കിട്ടിയതേ ഇല്ല. ട്രെയിൻ പോകുന്നതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണർന്നും എഴുന്നേറ്റിരുന്നും ഒക്കെ സമയം കളഞ്ഞല്ല, സമയം പോയി. അങ്ങനെ ആ ഒരു മുഖത്തെ ക്ഷീണം കാണാനുണ്ടല്ലേ. ഇപ്പം രാവിലെ ആയി നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ട്രെയിൻ യാത്രയെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മനസ്സിൽ ഒരു വീഡിയോസിലൊക്കെ കാണുന്നത് പോലെ നല്ല ഭംഗിയുള്ള പ്രകൃതിയൊക്കെ ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകുന്നതാണ് മനസ്സിൽ. പക്ഷേ രാത്രി ആയതുകൊണ്ട് അതൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്ക് കുറച്ച് ഒന്ന് ആസ്വദിക്കാൻ പറ്റി. അങ്ങനെ പളനിക്ക് മുമ്പുള്ള ഏതോ ഒരു സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിപ്പുറത്ത് നോക്കിയപ്പോൾ വേറൊരു പയ്യനും അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സ്റ്റേഷനായിരുന്നു പളനി. അപ്പോൾ പളനിയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. നമ്മുടെ കൂടെ വന്നിട്ടുള്ളവർ 2-3 പേരൊക്കെ നേരത്തെ പളനിയിൽ വന്നിട്ടുള്ളതാണ്. അവർക്ക് അതുകൊണ്ട് സ്ഥലങ്ങളൊക്കെ അറിയാം, എങ്ങനെയാണ് ഇനി പോവേണ്ടതെന്നൊക്കെ അറിയാം. അപ്പം നമ്മൾ ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് ഓട്ടോ സ്റ്റാൻഡിൽ ബഹളമായിരുന്നു കേട്ടോ. ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം നമുക്ക് ഓട്ടോ കിട്ടി. നമ്മളെല്ലാവരും ഒരു ഓട്ടോയിൽ തന്നെയായിരുന്നു പോയത്. അങ്ങനെ പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ. കുതിരവണ്ടിയൊക്കെ ഉണ്ട്, കുതിരവണ്ടിയിൽ പോകുന്നവരും ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. അപ്പം നമ്മൾ റൂമിലേക്കാണ് പോയത്. അപ്പം ലോഡ്ജ് അന്വേഷിച്ച് പോയി ഒരിടം കിട്ടി. അങ്ങനെ അവിടെ റൂം എടുത്തു. അങ്ങനെ നമ്മൾ റൂമിൽ കയറി. ഇതാണ് ആ ഒരു സ്പേസ് കേട്ടോ. ആ ഒരു കുഞ്ഞു ഒരു റൂമാണ്. ഒരു വലിയ ബെഡും പിന്നെ ഒരു കുഞ്ഞു ബെഡും ഉണ്ടായിരുന്നു. TV AC എല്ലാമൊക്കെ ഉണ്ട്. ചെന്ന പാടെ തന്നെ 2 പേരെയും കട്ടിലിൽ കയറി കിടപ്പായി. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവിടെ ഹാൻ. പിന്നെ അമ്പാടി അവിടെ കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ സമയമൊന്നും വേസ്റ്റ് ആക്കാതെ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ പോയി. നല്ല വലിയൊരു ഹോട്ടലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഇഡ്ഡലി, അതുപോലെ ദോശ, നെയ്റോസ്റ്റ്, അങ്ങനെ പലതരം വിഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇഡ്ഡലി ആണ് കഴിച്ചത്. മോനും ഇഡ്ഡലിയായിരുന്നു. പിന്നെ ഇഹാൻ പ്ലെയിൻ ദോശ. അങ്ങനെ ഞങ്ങൾ നല്ല രുചികരമായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന് റൂമിൽ പോയിട്ട് വീണ്ടും തിരിച്ചു വരികയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി പൂക്കൾ വെക്കുന്ന ചേട്ടനെ കണ്ടു കേട്ടോ. അവിടെ നിന്ന് മാളൂന് പൂവ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരാഗ്രഹം വെച്ചാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ 50 രൂപ കൊടുത്ത് കുറച്ച് പൂവ് കിട്ടിയോളൂ. കുറച്ച് പൂവ് വാങ്ങിച്ച് നമ്മളിതുപോലെ തലയിൽ വെച്ചേട്ടാ. അതും കൂടി വെച്ചപ്പോൾ അസൽ തമിഴ് ലുക്കായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവാണ്. ആ മലമുകളിലാണ് നമ്മുടെ മുരുകൻ ഇരിക്കുന്നത്. അങ്ങനെ അവിടെ വരെ എത്തണം. 1001 പടി ചവിട്ടി വേണം നമ്മൾ അതിൻ്റെ മുകളിലെത്താൻ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുൻവശത്തെത്തി. നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് മുകളിലുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം നമ്മൾ ചെരുപ്പ് ഇവിടെയാണ് സൂക്ഷിക്കാൻ കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ അതിനപ്പുറത്തായിരുന്നു ഫോൺ കൊടുത്തിരുന്നത്. അപ്പോൾ ഫോണൊക്കെ കൊടുത്തിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി ദർശനമൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നു. റൂമിലെത്തി. പൂവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്.
അപ്പം ഒരു ഹോട്ടൽ കണ്ടു. അപ്പോൾ അവിടുത്തെ ആ ഒരു അമ്മ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, അകത്തേക്ക് വാ, നല്ല ചോറാണ് എന്നൊക്കെ പറയും. നമ്മളെ കണ്ടപ്പോൾ മലയാളിയാണെന്ന് തോന്നിയോ എന്തോ. അപ്പോൾ നമുക്ക് അവിടുത്തെ ചോറ് അത്ര അങ്ങോട്ട് പിടിക്കത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ അവരെ പറ്റിച്ചുകൊണ്ട് നമ്മൾ ആദ്യം പോയ ഹോട്ടലിൽ തന്നെ നമ്മൾ പോയി. അവിടെ നിന്ന് നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ചോറൊക്കെ കഴിച്ചു. പായസം, എല്ലാ തരം കറികളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു മലയാളി ടച്ചും ഉണ്ടായിരുന്നു. പക്ഷെ ചോറ് മാത്രം പച്ചരി അങ്ങനത്തെ ഒരു ചോറായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി. അമ്മയ്ക്കൊരു ബാഗ് വാങ്ങി. അമ്മ പറഞ്ഞു വിട്ടായിരുന്നു ബാഗ് വാങ്ങണമെന്ന്. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളെ വീടിൻ്റെ മുമ്പിലൊക്കെ ഇങ്ങനെ തൂക്കിയിടുന്നത്, കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. അങ്ങനെ അത് വാങ്ങി. പിന്നെ അമ്പാടിക്ക് ഇഹാനും പിന്നെ കളിപ്പാട്ടത്തിൻ്റെ സെക്ഷനിൽ കുറച്ച് പരതലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ കളിപ്പാട്ടമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ. പഞ്ചാമൃതം വാങ്ങിയായിരുന്നു, അതാണ് അവിടുത്തെ മെയിൻ. അത് നമ്മൾ അമ്പലത്തിനകത്തു നിന്നാണ് വാങ്ങിയത്. പിന്നെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് റൂമിൽ വന്നു. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇതാ പോവാനായിട്ട് എല്ലാമൊക്കെ റെഡിയായി പാക്ക് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട്. ഓട്ടോയിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നു, അവിടെ നിന്ന് പോകുന്നു. അങ്ങനെയാണ്. അപ്പോൾ ഓട്ടോ എത്തി. ഓട്ടോയിൽ നമ്മളെല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു 6 മണി, ഇല്ല 5:30 ആ ഒരു ടൈമായി. അവിടെ നിന്ന് നമ്മൾ ചായയും വടയൊക്കെ കഴിച്ചായിരുന്നു. അവിടെ നിന്ന് തന്നെ നമ്മൾ ട്രെയിനിൽ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ബെറോട്ട അല്ലാണ്ട ചപ്പാത്തി, അതുപോലെ തന്നെ ഇഡലിയൊക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ അമ്പാടി ചായ കുടിച്ചു. അവന് വടയും ആ ഒരു ചട്നി ഉണ്ടല്ലോ അതത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ചായ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് അപ്പുറത്ത് പോകണം കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ അപ്പുറത്ത് പോയി അങ്ങോട്ടേക്കാണ്, അവിടെ നിന്നാണ്, ആ സൈഡിലാണ് ട്രെയിൻ വരുന്നത്. ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് ആകെ കൺഫ്യൂഷനാണ് കേട്ടോ. അങ്ങനെ ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ അതിൻ്റെ ടോപ്പിലെത്തുമ്പോൾ കാണാം നമ്മുടെ പഴനിമല. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം നോക്കി നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ അങ്ങനെ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും തിരിച്ചു നമ്മുടെ ഇപ്പുറത്തെ സൈഡെത്തി. അങ്ങനെ ട്രെയിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് കേട്ടോ. കുറച്ച് ലേറ്റായാണ് ട്രെയിൻ വന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഹോൺ ഉണ്ടല്ലോ, അതിൻ്റെ ആ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ട്രെയിനാണെന്ന് വിചാരിച്ച് എണീച്ച് വരും. അപ്പോൾ അതായിരിക്കും എത്തില്ല. അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിനെത്തി. അങ്ങനെ ട്രെയിനിൽ കയറി. ആ ഒരു സന്ധ്യാസമയത്തെ കുറച്ച് കാഴ്ചകൾ, ആ പകൽ സമയത്തെ കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങോട്ട് വരാൻ നേരത്ത് രാവിലെ ആയതും, അതുപോലെ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകളുമാണ് നമ്മൾ പകലിൽ കാണാൻ പറ്റിയ നമുക്കുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് നോക്കി കണ്ട് ആസ്വദിച്ചു. അപ്പോൾ വൈകുന്നേരത്തെ ആ ഒരു ഇതാണ് സൺസെറ്റും മോർണിംഗിൽ ആ ഒരു എന്താണ് പറയുന്നത് സൂര്യോദയവും അത് കാണാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതുമാത്രം നമുക്ക് ആ ഒരു പകൽ സമയത്ത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. കണ്ടോ ആ മനോഹരമായിട്ടുള്ള സന്ധ്യാസമയം, അതുപോലെ തന്നെ മോർണിംഗും അതിമനോഹരമായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ മങ്ങി വന്നു. തലേ ദിവസം ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. പക്ഷേ അന്ന് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. നന്നായിട്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ചൊക്കെ ഉറങ്ങാൻ പറ്റി. ഒരു 5:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് വർക്കല എത്തിയിട്ടോ. ദേ പോകുന്നു നമ്മുടെ ട്രെയിൻ. അങ്ങനെ ട്രെയിൻ എങ്ങനെ പോയി മറഞ്ഞു. അങ്ങനെ നമ്മുടെ വർക്കല തിരിച്ചെത്തിക്കഴിഞ്ഞു. ഇനി നമ്മളെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ പലരും പല വഴിക്കായി ഞങ്ങൾ വീട്ടിലെത്തി. അമ്പാടി ആദ്യം തന്നെ അച്ചാമ്മയ്ക്കുള്ള ബാഗൊക്കെ കൊടുത്തൊരു ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മുടെ ആ ഒരു പളനി യാത്ര കഴിഞ്ഞു. ഇതൊക്കെയാണ് അന്നെടുത്ത കുറച്ച് ഫോട്ടോസ്. അപ്പോൾ നമ്മുടെ പഴനി യാത്ര അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.